Assalamualaikum. Hi all. Welcome back to Maimun's Kitchen. ഹായ്. അപ്പം ഇന്നത്തെ വ്ളോഗിലൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരി എങ്ങനെയാണ് പൊടിപ്പിക്കുന്നത്, ഏതരിയാണ് പൊടിപ്പിക്കുന്നത്, അതുപോലെ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും മാസം തുടങ്ങുകയും ചെയ്തു. അരി തീർന്നു പോയി കഴിഞ്ഞ തവണ പൊടിപ്പിച്ചത്. അപ്പോൾ എന്തായാലും പൊടിപ്പിക്കുന്നതും കൂടെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മധുര അടയും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അരി പൊടിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഏതരിയാണ് എടുക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പം ഞാനിവിടെ ഇപ്പം പുഴുങ്ങലരിയാണ് പൊടിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു നാഴിയിലാണ് ഞാനിപ്പം അരി അളന്നെടുക്കുന്നത്. അപ്പോൾ കിലോ കണക്ക് പറയാമെന്ന് വെച്ചാൽ 2.5 നാഴിയാണ് 1 കിലോ അരിയായിട്ട് കണക്കാക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പം അളക്കാനുള്ള വെയിങ് മെഷീനൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇല്ലാത്തവർക്കും ഈ ഒരു നാഴി കണക്കാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഒരു 4 കിലോ കണക്കാക്കിയിട്ട് അളന്നെടുക്കുന്നുണ്ട്. 4 കിലോ എന്ന് പറയുമ്പം ഏകദേശം ഒരു 10-11 നാഴിയോളം അരി വേണ്ടി വരും. അരി ഇങ്ങനെ കൂമിച്ചിട്ട് ഹീപ്പ് ചെയ്തിട്ട് എടുക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അങ്ങനെയുള്ള ഒരു 11 നാഴിയാണ് ഞാനിപ്പോൾ എടുത്തത്. അങ്ങനെ ഞാനിപ്പം അരി അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം ഉണക്കാനായിട്ട് വെക്കാൻ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. വലിയ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം നമ്മളിത് ഉണക്കാനായിട്ട് വെക്കാൻ. ഉണക്കാൻ പുറത്ത് വെയിലത്തൊന്നും ഇടണമെന്നില്ല, ജസ്റ്റ് ഫാനിൻ്റെ അടിയിൽ ഒരു 2-3 മണിക്കൂർ അങ്ങനെ ഇട്ടാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാനിപ്പം അരി കഴുകാനായി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2-3 തവണ സാധാരണ നമ്മൾ ചോറിന് കഴുകിയെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ നന്നായിട്ട് ക്ലിയർ വെള്ളം വരുന്നത് വരെ അങ്ങ് കഴുകിയെടുക്കാം. അപ്പോൾ അരിയിൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാം കൂടെ അവിടെ കട്ട പിടിച്ചു പോയി. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ സൈസിലുള്ള അരിയാണ് എടുത്തത്. പൊന്നി അരി ഏറ്റവും ചെറിയ സൈസാണിത്. മാത്രമല്ല ഇത് അത്ര വേവൊന്നുമില്ല. നമ്മൾ ചോറുണ്ടാക്കുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള അരി എടുക്കുമ്പം പ്രത്യേകിച്ച് ഇതിലേക്ക് പച്ചരിയൊന്നും ചേർത്ത് കൊടുക്കണം എന്നില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമ്പോൾ ആ ഒരു പച്ചക്കെട്ട് ഉണ്ടാവും എന്ന് പറയും. അല്ലാതെ ഈ വലിയ സൈസിലുള്ള കുറുവ അരിയൊക്കെ അല്ലെങ്കിൽ വേവ് കൂടുതൽ, ചോറ് വെക്കുമ്പം വേവ് കൂടുതലുള്ള അരിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് 1 കിലോ അരിക്ക് 1/4 കിലോ കണക്കാക്കിയിട്ട് പച്ചരി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് മിക്സാക്കി എടുക്കുമ്പോൾ നല്ല കുഴഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള അരിപ്പൊടിയായിട്ട് കിട്ടാൻ. അധികവും ഈ ഒറോട്ടിയൊക്കെ ചുടുമ്പം ചിലരെന്ന് പറഞ്ഞാൽ അരിപ്പൊടി മാത്രമായിട്ട് ഒറോട്ടി ചുട്ടെടുക്കുന്നുണ്ട്. അരി അരച്ചിട്ടെടുക്കാതെ വെറും അരിപ്പൊടി മാത്രം. അപ്പോൾ അത് കുഴഞ്ഞിട്ട് നല്ലൊരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചരി ചേർക്കുന്നത്. പച്ചരി എന്ന് പറയുന്നത് കുറച്ചധികം വേവുള്ള അരിയിൽ മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ. അല്ലാതെ പെട്ടെന്ന് വെന്ത് വരുന്ന അരിയിലേക്കൊന്നും ഈ പറഞ്ഞ പച്ചരി ചേർത്ത് കൊടുക്കണം എന്നില്ല. കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. വെള്ളക്കുറുവയൊക്കെ ആണെങ്കിൽ കുറച്ച് പച്ചരി ചേർത്ത് കൊടുക്കുക, അല്ലാതെ ചെറിയ അരി ആണെങ്കിൽ ഒന്നും ചേർക്കണമെന്നില്ല. ഇതേപോലെ പുഴുങ്ങലരി മാത്രം എടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം അരി കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി ഊറ്റിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു 2-3 തവണയും കൂടെ കഴുകിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 തവണയോളം വെള്ളം നന്നായി ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് നല്ലൊരു ക്ലീൻ തുണി പിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ അരി അങ്ങ് നന്നായി വിതറിയിട്ട് കൊടുക്കാം. അരി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കൂമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കിയിട്ട് കൈകൊണ്ട് നന്നായി വിടർത്തി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോഴാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ. അങ്ങനെ ഞാനിപ്പം എല്ലാ അരിയും തുണിയിലേക്ക് അങ്ങ് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഈ അരികൾക്ക് മാത്രമായിട്ടുള്ള തുണിയാണ്. അരി, ഗോതമ്പ്, മുളക് ഇതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തുണിയാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഇതിപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അരി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, എന്നാലും ഒരു 2-3 മണിക്കൂർ കൂടുതൽ ഇങ്ങനെ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കണം. കാരണം അവിടെ ഉണങ്ങാത്ത അരികളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉണങ്ങി കിട്ടണമല്ലോ. എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ അങ്ങനെ ഒരു 2-3 തവണയായിട്ട് അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കാം. ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്കിതൊരു കവറിലിട്ടിട്ട് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു കവറിലിട്ട് പൊടിപ്പിക്കാനായി കൊടുത്തു. അങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ അടുത്താണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും. അങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നാലും നമ്മളിത് അപ്പാടെ എടുത്ത് ഡബ്ബയിലിട്ട് വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നാലും നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് നന്നായിട്ടൊന്ന് പോയി കിട്ടണം. അതിനായിട്ട് ഇതേപോലെ ഒരു പേപ്പറിലേക്ക് അങ്ങ് വിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ ഇതേപോലെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി, ഒന്ന് വെള്ളമൊന്നും ഇല്ല, കുമിർച്ചയൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നന്നായിട്ട് ചൂടൊക്കെ ആറിയെന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡബ്ബയിലേക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മധുരാട ഉണ്ടാക്കാം.
അപ്പോൾ മധുരടക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട്. ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം. വെള്ളം എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല. അതാണ് ശർക്കര എന്ന് തന്നെ പറയുന്നത്. ഒരു 3/4 കിലോളം ശർക്കര ഉണ്ടാവും. 4-5 വലിയ ആണി ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തത്. അതിലേക്കൊരു 3/4 മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയ ശേഷം നന്നായിട്ടൊന്നങ്ങ് അരിച്ചിട്ട് വെക്കാം. കാരണം അതിലെന്തെങ്കിലും പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടണല്ലോ. പിന്നെ ഇതേപോലെ തന്നെ ശർക്കര ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ട് ചൂട് നന്നായിട്ട് ആറ്റിയെടുത്ത് നന്നായി തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പായസത്തിലൊക്കെ ചേർക്കാൻ, അതുപോലെ ഇതേപോലെ മധുരടക്ക് വേണ്ടിയിട്ടൊക്കെ ശർക്കര അങ്ങനെ ഉരുക്കി കുറേ അങ്ങനെ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബാക്കി വരുന്നത് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് ഒരു ബോട്ടിലിൽ വെച്ചാൽ മതി. അങ്ങനെ ഇപ്പം നമ്മുടെ ശർക്കര നന്നായി ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം നമ്മൾ ഈ പണ്ടം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങ പണ്ടത്തിലേക്ക് ഞാനിപ്പം കുറച്ച് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 ഗ്ലാസോളം കടലപ്പരിപ്പ് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് വേവിക്കാനായി വെക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചൊരു നുള്ളു ഉപ്പിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ കടലപ്പരിപ്പ് അവിടെ വേവുന്ന സമയത്തേക്കും നമുക്ക് തേങ്ങയുടെ പണ്ടം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പം ഉരുക്കിയെടുത്ത വെല്ലം വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാ കുറവോ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ. അതായത് നമ്മൾ എത്ര വെള്ളം എടുക്കുന്നോ അതിന് കണക്കായിട്ട് വേണം തേങ്ങയും ഈ കടലപ്പരിപ്പും അളന്നിട്ടെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വലിയ 2 തേങ്ങ ചിരണ്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 1.25 കിലോളം വെള്ളം ഉരുക്കിയെടുത്ത് വെച്ചതാണ്. അപ്പം നേരത്തെ ഞാൻ 3/4 കിലോ ആണ് പറഞ്ഞത്. ആദ്യം ഉരുക്കി വെച്ചത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പം 1.25 കിലോ എന്ന് പറയുന്നത്. ഇതിപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം 2 വലിയ തേങ്ങയാണ് ചിരണ്ടിയെടുത്ത് വെച്ചത്. അപ്പം നമ്മൾ എത്രയാണോ നമുക്ക് അടവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെല്ലവും തേങ്ങയും കടലപ്പരിപ്പും ഒക്കെ കണക്കാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പം തേങ്ങ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ഇതിപ്പം ശർക്കര ഇട്ടിട്ട് വെല്ലം ഇട്ടിട്ടാണ് നമ്മൾ പണ്ടം ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടും ഇങ്ങനെ പണ്ടം ഉണ്ടാക്കാം കേട്ടോ. തേങ്ങയിലേക്ക് പഞ്ചസാരയും കടലപ്പരിപ്പും ചേർത്ത് വിളയിച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പം തേങ്ങ നന്നായിട്ട് വെള്ളത്തിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച കടലപ്പരിപ്പ് വെള്ളം ഊറ്റിയിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം കടലപ്പരിപ്പ് ഒരുപാടൊന്നും വേണമെന്നില്ല. നമ്മൾ എടുക്കുമ്പം ഓരോ ബൈറ്റിൽ അങ്ങനെ കടിക്കാൻ കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരുപാട് എടുക്കുന്ന നേരത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കടലപ്പരിപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ശേഷം 1-2 നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇപ്പം എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ അരിപ്പൊടി കുഴക്കുന്നത് നല്ല ചൂടുവെള്ളത്തിലാണ്. ഒരു 4 ഗ്ലാസ്സോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്ന വെള്ളം തിളച്ചിട്ട് മറിയണമെന്നില്ല, ജസ്റ്റ് തിളക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഓഫാക്കിയിട്ട് അതിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് എന്തായാലും കുഴക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായി കുരുട്ടി എടുത്തിട്ട് ചൂട് ചെറുതായി ഒന്ന് മാറി വരുന്നു എന്ന് കാണുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ അരി അരച്ചിട്ടാണ് അട ഉണ്ടാക്കാറ്. ഇപ്പോൾ അരിയൊന്നും അരക്കാനുള്ള സമയമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ പൊടി നന്നായിട്ട് ചൂടായ വെള്ളത്തിലിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ അരി അവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ അട ചുടാനുള്ള വാഴയില നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത് വെക്കണം. അപ്പം പണ്ടവും അരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ചുട്ടെടുക്കാം. അപ്പം അട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ചെറിയ ചെറിയ ബോൾസ് ഈ അരിമാവിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പൊറോട്ടയുടെ വലിപ്പത്തിലുള്ള ബോളാണ് ഞാൻ എടുത്തത്. പൊറോട്ടക്കുള്ള മാവുണ്ടല്ലോ, ആ ബോളാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് ഇത് ഇലയിലിട്ട് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുമ്പ് കയ്യിലും വാഴയിലയിലും നന്നായി നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നേർമയായി പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഈ തേങ്ങയുടെ പണ്ടം അങ്ങ് വെച്ച് കൊടുക്കാം. സൈഡിലൊന്നും ആവാതെ നടുഭാഗത്ത് മാത്രം ആക്കിയിട്ട് പണ്ടം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കാം. വാഴയില ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട്
ഇതിപ്പോൾ എല്ലാ ഭാഗവും നന്നായി പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഓരോന്നും വാഴയിലയിൽ ഇതേപോലെ വെച്ച് മടക്കിയെടുക്കുന്നുണ്ട്. എന്നാലും എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതേപോലെ ഒരു കട്ടർ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലായിട്ട് കിട്ടും. അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം വേവിക്കാനായി കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാനിപ്പം വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റിങ്ങും തട്ടുമൊക്കെ വെച്ചിട്ട് അതിലാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വേവാൻ സമയമെടുക്കും. വെന്തോ എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാഴയിലയുടെ കളറ് നന്നായിട്ട് അങ്ങ് മാറി വരും. നല്ല വാട്ടിയെടുത്ത കളറുണ്ടല്ലോ, അതിൻ്റെ ഡാർക്ക് കളറായിട്ട് ഇതേപോലെ ആയി വരും. അപ്പം അരിയിൽ ആ മസാലയുടെ കളറും ചെറുതായിട്ട് പിടിച്ച് കിട്ടും. അപ്പോഴാണ് ഇത് വെന്തു എന്നർത്ഥം. അങ്ങനെ നമ്മളിപ്പം എല്ലാം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള മധുരട ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടാൽ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അറിയായിരിക്കും. ചായക്കൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. എന്നാലും ഞാനിപ്പോൾ അരി പൊടിച്ചെടുത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എന്നോട് അഭിപ്രായം പറയൂ. അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഐമൂൺസ് കിച്ചൻ. താങ്ക് യു.